നമസ്കാരം സുഹൃത്തുക്കളെ. കേരള ഹമാസ് ഘടകം ഒരു നിമിഷം സന്തോഷിച്ചു, ആഹ്ലാദിച്ചു. പക്ഷെ അത് ദീർഘായുസ് ഉണ്ടായിരുന്നില്ല. ഖത്തറിന് അടിക്കാൻ പോകുന്നു. ഇത് കേട്ടപ്പോഴേ എനിക്ക് തോന്നുന്നു ഇതൊരു നാടകം മാത്രമാണ്, മുൻകൂട്ടി നിശ്ചയിച്ച നാടകം. അതായത് BCCI, ഇന്ത്യയിലെ ക്രിക്കറ്റിംഗ് ഗവേണിംഗ് ബോഡി, അവർ ചില സമയങ്ങളിൽ മുതിർന്ന കളിക്കാർക്ക് വേണ്ടി ഒരു പ്രദർശന മത്സരം സംഘടിപ്പിക്കും വിരമിക്കാനായിട്ട്. അതായത് മാന്യമായി വിരമിക്കാൻ വേണ്ടി പലർക്കും ഓഫർ കൊടുക്കും BCCI. ഹോം ടെസ്റ്റ് ആണ്, നിങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ ഒരു മാച്ച് ഉണ്ട്, വിരമിച്ചോ. അതേപോലെ ട്രംപ് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു ഇറാനോട്, മാന്യമായി വിരമിക്കുക, ആർക്കും കുഴപ്പം വരാൻ പാടില്ല. ഓക്കെ, ഓഫർ സ്വീകരിച്ചു. അതിൽ അഭിനന്ദിക്കുന്നു ഇറാനെ. ഇറാൻ തിരഞ്ഞെടുത്ത തീരുമാനം അതിമനോഹരമായ തീരുമാനം. ഗദാഫി, സദ്ദാം ഇവർക്കൊന്നും ഈ എതിർക്കാൻ താല്പര്യമുണ്ടായില്ല. അവർ മണ്ണിനടിയിലായിപ്പോയി. ഇറാനിലെ ജനങ്ങൾക്ക് വേണ്ടി ഇറാൻ ഇന്നുവരെ എടുത്ത ഏറ്റവും നല്ല തീരുമാനം വെടിനിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ട്രംപ് ഇന്ന് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇത് വെറും നാടകം മാത്രമാണ്, മുൻകൂട്ടി അറിയിച്ച ഒരു പൊറാട്ട് നാടകം. നമ്മുടെ ഖത്തറിലെ എല്ലാ സുഹൃത്തുക്കൾക്കും തൃശ്ശൂർ പൂരം കാണാനുള്ള അവസരം ഉണ്ടാക്കി. എളുപ്പമല്ല, നിങ്ങൾ ആലോചിക്കണം. ഇതാണ് നൂറുകണക്കിന് മിസൈലുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിലേക്ക്. അവരെന്താണ് ചെയ്തത്, എന്താണ് ചെയ്തതെന്ന് സുഹൃത്തുക്കൾ എൻ്റെ ചാനൽ അടിയിൽ എഴുതുക. എന്തുകൊണ്ട് ആയിരക്കണക്കിന് മിസൈലുകൾ എന്തുകൊണ്ട് നിങ്ങൾ അയക്കുന്നു ഇസ്രായേലിലേക്ക്? ഞാൻ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന വ്യക്തിയല്ല, പക്ഷെ നിങ്ങൾക്ക് 13 വന്നപ്പോൾ ഞെട്ടി വിറച്ചുപോയി ഖത്തറിലെ മലയാളികളും ഖത്തർ സമൂഹവും കേരളം മുഴുവൻ. ഇതേപോലെ ആയിരക്കണക്കിന് എണ്ണങ്ങളെ കഴിഞ്ഞ 50 വർഷമായി കുഞ്ഞു രാജ്യത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിന്തിച്ചു നോക്കുക. ഒക്ടോബർ 7 ആരംഭിച്ചതാണ് അവരെവിടുന്ന് ആരംഭിച്ചു? അവർ ഹിസ്ബുള്ളിനെ ആരംഭിച്ചു, ഹൂത്തിയെ തീർത്തു, പിന്നെ വേറെ 1-2 പേരെ തീർത്തു, അവസാനം ഇറാനെ വരെ തീർത്തിരിക്കുകയാണ്. കുഞ്ഞൻ രാജ്യം. ദിസ് ടെൽസ് ഡെഡിക്കേഷൻ, നിശ്ചയദാർഢ്യം. അഭിനന്ദിച്ചേ പറ്റൂ ജൂതനെ. അവർക്ക് ജൂതൻ, ഞാൻ പറയുന്നു, അഹങ്കാരമില്ലാതെ ഞാൻ പറയില്ല. ഇസ്രായേലിൽ അഹങ്കാരമുള്ള രാജ്യമാണ്, അഹങ്കാരം കുറച്ചേ പറ്റൂ. പക്ഷെ ഇനി അവർ അഹങ്കരിക്കില്ല. കാരണം ഈ കഴിഞ്ഞ ഗൾഫ് വാറുകൾ, 10 ദിവസം വാറ്, 7 ദിവസം വാറിലൊക്കെ അവർക്ക് വല്ലാത്ത അഹങ്കാരമായിരുന്നു. അതിനുള്ള മറുപടിയാണ് ഹമാസ് കൊടുത്തിരുന്നത് ഒക്ടോബർ 7. അതായത് അവനവന്റെ ഭൂമി സംരക്ഷിക്കുക, ഇല്ലെങ്കിൽ പാഞ്ഞു കയറും. ഇനി തീർച്ചയായിട്ടും ഇസ്രായേൽ ഒരു പടി വിട്ട് പെരുമാറില്ല. കാരണം അവരവരുടെ ബോർഡർ സംരക്ഷിക്കും. കാരണം അവരുടെ മുഖത്തേറ്റ അടിയാണ് ഒക്ടോബർ 7. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, അമേരിക്ക അതിൽ നിന്ന് എന്ത് പഠിച്ചിരിക്കുന്നു? ഇറാനിന് എന്തുണ്ട് ബാക്കി? ഇസ്രായേൽ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇസ്രായേലിന് ഒന്നുമില്ല. അഹങ്കരിക്കാതെ മുന്നോട്ട് പോയാൽ അവർക്ക് ജീവിക്കാം. അമേരിക്ക എന്ന് പറയുമ്പോൾ കഴിഞ്ഞൊരു 30 വർഷത്തെ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ മിഡിൽ ഈസ്റ്റ് ദൗത്യം അതിപരാജയമായിരുന്നു. അതായത് റേഗൻ മുതൽ മറ്റേ 79 മറ്റുള്ള 80-കളിലെ ടെഹ്റാൻ എംബസി ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം പരാജിതനായി. അപ്പൻ ബുഷ് പരാജയപ്പെട്ടു. മകൻ ബുഷ് 2003 സദാമിന്റെ പറയുന്ന പ്രതിമ താഴെ ഇടുന്നു വരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ പറയുന്ന മകൻ ബുഷിന് ജനപ്രീതി, അതിനുശേഷം നടന്ന സംഭവങ്ങളിൽ അദ്ദേഹത്തിന് ജനപ്രീതി താഴേക്ക് വന്നു. അമേരിക്ക അതിഭയാനകമായി തോറ്റുപോയി ഇറാഖിലും. അതിനുശേഷം ഒബാമ വന്നു. ഒബാമ ഈ പറഞ്ഞ ലിബിയ മുഴുവൻ ചുട്ടരിച്ചു കൊല്ലുകയായിരുന്നു ബോംബിട്ടുകൊണ്ട്. അദ്ദേഹത്തിന് ജനപ്രീതി, ആ ഒരു മിഷൻ കംപ്ലീറ്റ്ലി ഇല്ലാതായി മാറിപ്പോയി. അതിനുശേഷം ബൈഡൻ വന്നു. ബൈഡന്റെ അബ്സല്യൂട്ട്ലി ഫെയിൽ പോളിസി, അതായത് അവസാന വിമാനം കാണ്ഡഹാറിന് പൊങ്ങുമ്പോൾ സംഭവിച്ച ആ ദുരന്തം, അതായത് ലക്ഷക്കണക്കിന് ആളുകൾ ഈ പറയുന്ന വിമാനത്തിന്റെ ചിറകിനടിയിൽ ഒളിക്കാൻ ശ്രമിച്ചു വീണ് മരിച്ചോടെ അദ്ദേഹത്തിന്റെ ഇമേജ് കംപ്ലീറ്റ്ലി പോയി. അതായത് ആരൊക്കെ വന്നോ മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും കൈപൊള്ളി. ട്രംപിന്റെ ഭരണകൂടം ചെറുപ്പക്കാരാണ്, മിടുക്കന്മാരാണ്, സമർത്ഥന്മാരാണ്. പീറ്റ് ഹെഗ്സത്ത്, ഡിഫൻസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ, തുളസി ഗബാർഡ്, CA ഡയറക്ടർ, പിന്നെ ഇന്ത്യക്കാരനായിട്ടുള്ള കാഷ് പട്ടേൽ, ട്രംപ്, അതിമനോഹരമായിട്ടുള്ള വൈസ് പ്രസിഡന്റ് JD വാൻസ്. യങ് ബ്ലഡ്, 40-ഉം 50-നുമുള്ള യങ് ബ്ലഡ് ആണ്. ദേ വിൽ നെവർ ലിസൺ ടു എനിബഡി, ദേ ഓൺലി ലിസൺ ഓൺ ഇന്റൽ. എന്താണ് അവർക്ക് ഇന്റൽ? ഉള്ളുവിളികൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പിന് വേണ്ടിയോ? നോ, ഉള്ളി ഇന്റൽ ഉണ്ടോ, വിൽ ഗോ ഓൺ ഇറ്റ്. അവരുടെ വളരെ സിമ്പിളാണ് അവര്. കാരണം അമേരിക്ക അങ്ങനെ അവസാനം ഒരു മാന്യമായിട്ട് തിരിച്ചു വരികയാണ് ഇവിടുന്ന് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിന്. വളരെ ഭയങ്കര ഒരു വിജയമാണ്. കാരണം ഒരു അമേരിക്കൻ പട്ടാളക്കാരന്റെ ബൂട്ട് പോലും ഇറാനിൽ പ്രവേശിച്ചിട്ടേയില്ല. ഒരു പട്ടാളക്കാരൻ മരിച്ചതുപോലുമില്ല. ചോര ചിന്താതെ അമേരിക്ക ഇന്നൊരു വിജയം കൈവരിച്ചിരിക്കുകയാണ്, ജസ്റ്റ് ബിക്കോസ് ഓഫ് B2. ട്രംപ് എന്നൊരു വാക്ക് പറഞ്ഞു, B2 തിരിച്ചു വന്നിരിക്കുന്നു വൈറ്റ്മൻ എയർ സ്പേസിലേക്ക്. പക്ഷെ ഏത് നിമിഷവും തിരിച്ചു വരാം B2. ജസ്റ്റ് ടേക്ക് ഇറ്റ്. അയത്തുള്ള ഫാമിലി, കുടുംബം അവർ അംഗീകരിച്ചിരിക്കുകയാണ്. അവർ ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കാം, ഇറാനെ പറ്റി ചിന്തിക്കാം. ഇറാന്റെ ഈ പറയുന്ന വെല്ലുവിളിയെ പറ്റി പറയാൻ താല്പര്യമില്ല.
ഫൊഗറ്റ് അബൌട്ട് ഇറ്റ്. ഇനി എന്തായിരിക്കും ഇറാൻ സംഭവിക്കാൻ പോകുന്നത് പറയുന്നത്? ഇറാന്റെ കയ്യിൽ ഇനി എന്തുണ്ട്? കഴിഞ്ഞ 10-30 വർഷമായിട്ട് ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്ന ഒരു ഒരു കളിപ്പാവ അല്ലെങ്കിൽ ഒരു പൊയും മുഖം കാണിച്ച് പേടിപ്പിക്കുകയായിരുന്നു ലോകങ്ങളിൽ. നമ്മൾ കണ്ടതാണ്. ഒന്നുമില്ല, നത്തിങ്, അബ്സല്യൂട്ട്ലി ഗോ. ആ രാജ്യത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുന്നത് സാമ്പത്തികമായി തകർന്നുപോയി. കഴിഞ്ഞ ഒരു 40 വർഷങ്ങൾ കൊണ്ട് അവരുടെ എണ്ണ പകുതി വിലയ്ക്ക് വിറ്റ് തുലച്ച് $1 ട്രില്യൺ എണ്ണയാണ് അവർ പകുതി വിലയ്ക്ക് കരിഞ്ചന്തയിൽ വിറ്റത്. എന്തിനു വേണ്ടി? ജസ്റ്റ് ബിക്കോസ് ഓഫ് ഷിയ റെജീം ഉണ്ടാക്കുക. ഷിയകളാണ് ഞങ്ങൾ, ലോകത്തെ ഭരിക്കും, സുന്നികളെ ഭരിക്കും എന്നുള്ള ഒറ്റൊരാഗ്രഹത്തിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ എണ്ണ കരിഞ്ചന്തയിൽ വിറ്റ് നശിപ്പിച്ചു. അതുമാത്രമോ, കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഹൂതികൾ, ഹമാസ്, പിന്നെ വേറെ ഉണ്ടല്ലോ കുറേ പാർട്ടികൾ പ്രോക്സികൾക്ക് വേണ്ടി, അസാദിന് വേണ്ടി കുറെ ചെലവാക്കി. അതായത് രാജ്യനന്മയ്ക്ക് ഉപയോഗിക്കേണ്ട കോടിക്കണക്കിന് പണം ചെലവാക്കി രാജ്യത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ട കിരാതഭരണമാണ് അയത്തുള്ളവരെ. ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ എൻ്റെ ചാനൽ അണ്ടറിൽ വന്ന് കമന്റ് ബോക്സ് ചെയ്ത് പറഞ്ഞാൽ തെറ്റാണോ ശരിയാണോ എന്ന്. അവിടെ ഇല്ല അവിടെ. പക്ഷേ അവിടെ ഗ്രീൻ റെവല്യൂഷൻ വരാൻ പോകുന്നില്ല. ലിബിയയിലേക്ക് സംഭവിച്ചു പോലെ. അതായത് ഗദാഫി ഇറങ്ങിപ്പോയപ്പോൾ അവിടെ റെവല്യൂഷൻ വന്നു, അട്ടിമറി വന്നു, അതിനുശേഷം ഒരു കൂട്ടം ആളുകൾ ഭരണം പിടിച്ചു. അത് വരാൻ പോകുന്നില്ല. കാരണം ഇറാൻ, പേർഷ്യ എന്ന് പറയുന്നത് സുന്ദരമായ ഒരു കൾച്ചറാണത്. ഒരു പേർഷ്യൻ കുടുംബത്തിൽ നിങ്ങൾ പോകണം എപ്പോഴെങ്കിലും. അതിമനോഹരമായി അയത്തുള്ളതിന് പകരപോലും ഞാൻ പറയുന്നത് പേർഷ്യൻ കൾച്ചർ. അവർക്ക് വേണ്ട സമാധാനമാണ്. അവർക്കറിയാം ഇനി ഈ അയത്തുള്ള പോയാൽ വരാൻ പോകുന്ന വേറെ അയത്തുള്ളയായിരിക്കും. ബോംബുകൾ കൊണ്ട് ഒരിക്കലും സമാധാനം കൊണ്ടുവരാൻ പറ്റില്ല. അത് വളരെ വ്യക്തമാക്കിയ ട്രംപിനോട് പറഞ്ഞൊരു കാര്യമാണ്. അത് ബോംബിട്ട് മുകളിൽ നിട്ടു, ആ അയത്തുള്ള മാറ്റി വേറൊരാൾ പോകുന്നു. നോ ഹാപ്പൻ. ഈ രാജ്യം അങ്ങനെ ഇരിക്കട്ടെ, മനോഹരമായി മുന്നോട്ട് പോകട്ടെ. അതാണ് ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇറാനിൽ ഇനി റവല്യൂഷൻ അല്ലെങ്കിൽ റിജീം ചേഞ്ച് അസാധ്യമാണ്. അസാധ്യമല്ല, സാധ്യത വളരെ കുറവാണ്. ഇനി IRGC എന്ന് സംഭവിക്കും, ഇറാൻ റവല്യൂഷണറി ഗാർഡ്. അവിടെ നിന്ന് ആരുമില്ല. ടോപ്പ് 20 അല്ലെങ്കിൽ 30 പേരോ എടുത്തു കളഞ്ഞു. അവിടെ ഇനിയുള്ള ഓരോ IRGC കമാൻഡർക്കും അറിയാം ഞാനാണ് ഇനി അടുത്ത ഇറായെന്ന്. കാരണം മൊസാദിന്റെ ഓരോ കണ്ണുകൾ അവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് IRGC ഇനി ഇറങ്ങില്ല ഈ പറയുന്ന ഹൂതികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഹമാസിന് വേണ്ടിയോ. നോ, IRGCയിലെ ടോപ്പിലെല്ലാം തീർന്നു പോയിരിക്കുകയാണ്. അവസാനിച്ചിരിക്കുന്നു ഇറാൻ. അവസാനിച്ചു എന്ന് പറയുന്നത് അവരുടെ ഈ അവസാനിക്കുന്നു എന്ന അർത്ഥം എന്ന് പറയുന്നത് എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്ന അവര് അവസാനിക്കുന്ന അവരുടെ ഈ പറയുന്ന കിരാത ഭരണവും ഈ പറയുന്ന സപ്പോർട്ടിലാണ്. ഇതിൽ അവസാനം വീണ്ടും പറയട്ടെ, ഇസ്രായേൽ അഹങ്കരിക്കാതെ മുന്നോട്ട് പോയാൽ അവർക്ക് നിന്നു പിഴയ്ക്കാം. കാരണം ഒക്ടോബർ 7 ഇനിയും ഇനിയും വരും. അവർ ഇനിയും ഈ പറയുന്ന മര്യാദക്ക് മുന്നോട്ട് പോയില്ലെങ്കിൽ അവസാനം ഇത് മാത്രമാണ് ടേക്ക് അവേ. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വിഭിന്നമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കുറിക്കുക. താങ്ക് യു.